വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ ഇത് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ബേസിക് സയൻസിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആനിമൽ ലോർ അഥവാ ജന്തുവിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് ആയിട്ടാണ് ഇതാ മിസ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണോ? കുറേ പേര് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കുറേ പേര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, കുറേ പേര് പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കുള്ളൂ. എന്തായാലും ജന്തുവിശേഷങ്ങൾ അഥവാ ആനിമൽ ലോർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും കുറേ പ്രത്യേകതകളും അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും ആനിമൽസിനെയും ബേർഡ്സിനെയും ഇൻസെക്ട്സിനെയും ബട്ടർഫ്ലൈസ് എല്ലാത്തിനും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. നമുക്ക് കാണാനും അവരെ വളർത്താനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പം അങ്ങനെയുള്ള അവരുടെ കുറേ പ്രത്യേകതകൾ പഠിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അതെ, അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറേ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ കുറേ പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ഇഷ്ടത്തോടു കൂടി അടിപൊളിയായിട്ട് പഠിക്കാം അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? നിങ്ങള് റെഡി അല്ലേ? എങ്കിൽ നോക്കിക്കേ മക്കളെ, എന്താണ് മിസ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്? എന്താണ്? ഇവിടെ നമ്മുടെ ഒരു ഹെൻ, നമ്മുടെ ഒരു കോഴി ഉണ്ടല്ലേ. കോഴി മുട്ടയിടാറുണ്ട്. കോഴിമുട്ടയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ കോഴിമുട്ട എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്ന നമ്മുടെ കുഞ്ഞു കോഴി ഉണ്ടല്ലോ, നമ്മുടെ കോഴിക്കുട്ടി ഉണ്ടല്ലോ. ആ കോഴിക്കുട്ടി കാണാൻ നമ്മുടെ തള്ളക്കോഴിയുടെ അതേപോലെയല്ലേ ഉള്ളത് അല്ല? ഇതേപോലെ കൊക്കുണ്ട്, 2 കാലുണ്ട്. യെസ്, തള്ളക്കോഴിയുടെ അതേപോലെ തന്നെയാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞിക്കോഴി ഇരിക്കുന്നത്. വലുപ്പത്തിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്, ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന കുഞ്ഞിക്കോഴീനെ കാണാൻ തള്ളക്കോഴിയുടെ അതേ രൂപമല്ലേ ഉള്ളത് അല്ലേ മക്കളെ? അല്ലേ. അടുത്ത നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ താറാവ് ഇതേപോലെ, താറാവ് മുട്ട വിരിഞ്ഞിട്ടാണ് നമ്മുടെ താറാവ് കുട്ടികൾ പുറത്ത് വരുന്നത്. ആ പുറത്ത് വരുന്ന താറാവ് കുട്ടികൾ നമ്മുടെ താറാവിന്റെ അതേ സ്ട്രക്ചർ അല്ലേ കാണാൻ? അതേപോലെ താറാവിന്റെ അതേപോലെ കൊക്കുണ്ട്, 2 കാലുണ്ട്. അതല്ലേ, വലിപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ താറാവിന്റെ അതേപോലെ തന്നെയാണ് താറാവ് കുട്ടികളും കാണാന് അല്ലേ. എങ്കിൽ ഇത് അടുത്ത ആൾ ആരാ നോക്കിക്കേ, നമ്മുടെ കുയിലാണല്ലേ. കുയില് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുയില് കൂടൊന്നും കൂട്ടാറില്ല, കാക്കക്കൂട്ടിലാണ് നമ്മുടെ കുയില് പോയി മുട്ടയിടാറ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുയിലിന്റെ ആ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന കുയിൽ കുട്ടികൾ കുയിലിന്റെ പോലെ തന്നെയല്ലേ കാണാൻ അല്ലേ മക്കളെ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കാണിച്ചിട്ടുള്ളത് ആരെയാണ്? ആരുടെ ചിത്രമാണ് മിസ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? ഇത് നമ്മുടെ തവളയാണ്, ഫ്രോഗ് ആണല്ലേ. ആ ഫ്രോഗിന്റെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ തവള കുട്ടിയാണ് നിങ്ങളിതാ ഇവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ കോഴിക്കുട്ടീനെയും താറാവ് കുട്ടീനെയും കുയിലിന്റെ കുട്ടീനെയൊക്കെ കണ്ട അതേപോലെ തവളയുടെ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന തവളക്കുട്ടിയാണ് ഈ കാണിച്ചിട്ടുള്ളത്. അത് കാണാൻ ഒരേപോലെയാണോ ഉള്ളത്? ഒരേപോലെയാണോ? ഒരേപോലെ അല്ല അല്ലേ. തവളയും ഈ കാണുന്ന തവളയുടെ മുട്ട വിരിഞ്ഞ് പുറത്ത് വന്ന ഈ കുട്ടിയെ കാണാൻ ഒരേപോലെ അല്ല അല്ലേ. നല്ല വ്യത്യാസമില്ലേ? നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ചെറിയ ഈ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വന്ന ഈ തവളക്കുട്ടിക്ക് ഒരുപാട് രൂപമാറ്റം സംഭവിച്ചിട്ട് വേണം എങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. ഈ വലിയ തവളയുടെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറേ മാറ്റങ്ങൾ സംഭവിക്കണം അല്ലേ. കുറേ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലേ ഈ രൂപത്തിൽ നിന്ന് ഈ രൂപത്തിലേക്കായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാമോർഫോസിസ് അഥവാ രൂപാന്തരണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ മെറ്റാമോർഫോസിസ് എന്താണ്, രൂപാന്തരണം എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ എന്താണ് മെറ്റാമോർഫോസിസ് അഥവാ രൂപാന്തരണം എന്താന്ന് മനസ്സിലായോ? ദ യങ് വൺസ് ഹാച്ചിങ് ഔട്ട് ഓഫ് ദ എഗ്സ് ഓഫ് സർട്ടൻ ഓർഗാനിസംസ് ഡു നോട്ട് റിസംബിൾ ദെയർ പാരന്റ്സ്. എന്താ പറയുന്നത്? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇപ്പൊ നമ്മൾ കോഴിക്കുട്ടിയും താറാവ് കുട്ടിയും ഒക്കെ അതിന്റെ അമ്മയെ പോലെ തന്നെയാണല്ലേ. പക്ഷെ നമ്മുടെ തവളയുടെ കുട്ടി തവളയെ പോലെ ആയിരുന്നോ? അല്ല, തവളയുടെ പോലെ ആയിരുന്നില്ല. അപ്പൊ ഇതേപോലെ മുട്ട വിരിഞ്ഞ് വരുന്ന ചില ജീവികൾ അവരുടെ മാതൃജീവിയോട് അല്ലെങ്കിൽ അവരുടെ പാരന്റിനോട് സാദൃശ്യം കാണിക്കാറില്ല. They are called larvae. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാർവകൾ എന്ന് പറയുന്നത്. തവളക്കുട്ടീനെ നമ്മൾ തവളക്കുട്ടി എന്നല്ല പറയാ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാർവ. ലാർവകൾ എന്നാണ് നമ്മൾ അതിനെ പറയാ, ലാർവകൾ. Metamorphosis is the process by which young ones in the larva stage develop into organisms similar to their parents through different stages of growth. അപ്പൊ എന്താണ് മെറ്റാമോർഫോസിസ് എന്ന് നോക്കിക്കേ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ, ആ ലാർവ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ വിവിധ
വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് എന്ത് രൂപാന്തരണം അഥവാ മെറ്റാമോർഫോസിസ്. ഈ ലാർവകൾ ഇപ്പൊ നമ്മൾ കണ്ടത് ഈ തവളയുടെ ഈ ലാർവേ എന്താണ് അതിനിങ്ങനെ രൂപമാറ്റം സംഭവിച്ച് രൂപാന്തരണം സംഭവിച്ച് ഈ മദർ ഫ്രോഗിനെ പോലെ തവളയെ പോലെ ആയി വരണല്ലേ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് രൂപാന്തരണം അഥവാ മെറ്റാമോർഫോസിസ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ അതിന്റെ പാരന്റ്സിനോട് സാദൃശ്യമില്ലാത്തവരായിരിക്കും. അപ്പൊ കുറെ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം ഈ ലാർവയ്ക്ക് ആ മദറിന്റെ രൂപത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ മദറിന്റെ പോലെ ആ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റാമോർഫോസിസ് അഥവാ രൂപാന്തരണം എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ തവളയുടെ രൂപാന്തരണം ഒന്ന് നോക്കിയാലോ. മെറ്റാമോർഫോസിസ് ഓഫ് എ ഫ്രോഗ്, തവളയുടെ രൂപാന്തരണം. ഇപ്പൊ നമ്മൾ കണ്ട തവളയെ ലാർവയെ നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ അവരുടെ രൂപാന്തരണം നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ എഗ്സ് എന്ന് പറയുന്നത്. തവളയുടെ മുട്ടകളാണ്. തവള മുട്ടയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ എഗ്സ് ഓഫ് എ ഫ്രോഗ്. ഫ്രോഗിന്റെ എഗ്സ് എന്ന് പറയുന്നത്. യെസ്, അത് വിരിഞ്ഞിട്ടാണ് നമ്മുടെ ടാഡ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട പോലെ ടാഡ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വാൽമാക്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ആ വാൽമാക്രിക്ക് ഇതാ മെല്ലെ മെല്ലെ രൂപമാറ്റം സംഭവിക്കുന്നത് കണ്ടില്ലേ. ഇത് അവിടെ ആകുമ്പത്തിന് 2 കാലുകളൊക്കെ വന്നു. ഇങ്ങനെ വാലൊക്കെ അപ്പോഴും ഉണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ പച്ച കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴേക്ക് പച്ച കളർ വന്നു അല്ലെ. 4 കാലൊക്കെ വന്നു. യെസ്, ഇവിടെ ഈ ടാഡ്പോളിന് തന്നെ 4 കാലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്ക് 4 കാലും പച്ച കളറൊക്കെ വന്നു. പിന്നെ ഇതാ എന്തായിട്ട് മാറി നമ്മുടെ അഡൾട്ട് ഫ്രോഗ്, തവളയുടെ തവളെ പോലെ തന്നെ ആയി മാറി അല്ലേ. യെസ്, അമ്മ തവളെ പോലെ തന്നെ ആയി മാറി. അപ്പൊ അതാണ് നമ്മുടെ തവളയുടെ രൂപാന്തരണം. ഇതവിടെ നോക്കിക്കേ, ഇവരുടെ എഗ്ഗ് ഇവിടെ കാണാം. ആ എഗ്ഗിൽ നിന്ന് ആരുണ്ടായി? ഇതാ ടാഡ്പോൾ അഥവാ വാൽമാക്രി ഉണ്ടായി. യെസ്, ഇങ്ങനെ രൂപാന്തരണം സംഭവിച്ചു ഇതാ പിന്നെ മെല്ലെ 4 കാലുകളൊക്കെ വന്നു, പച്ചക്കളറൊക്കെ വന്നു. യെസ്, നമ്മുടെ വലിയ തവളയെ പോലെ തന്നെയുള്ള രൂപം കിട്ടിയില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ തവളയുടെ മെറ്റാമോർഫോസിസ് അഥവാ രൂപാന്തരണം എന്ന് പറയുന്നത്. പല പല രൂപമാറ്റത്തിലൂടെ മുട്ട വിരിഞ്ഞ ഉടനെ നമ്മുടെ വലിയ തവളയെ പോലെയാണുള്ളത് അല്ല, അത് ലാർവ ആയിരുന്നു. അതിന് ടാഡ്പോൾ എന്ന് നമ്മൾ പറയൂലേ വാൽമാക്രി, അതിനിങ്ങനെ രൂപമാറ്റം സംഭവിച്ച് എന്തായിട്ട് മാറി? നമ്മുടെ വലിയ തവളയെ പോലെയുള്ള രൂപമായിട്ട് മാറി അല്ലേ. മനസ്സിലായോ? ഇനി തവളയ്ക്ക് മാത്രമാണോ ഇങ്ങനെയുള്ളത്? അല്ല, പിന്നെ ആർക്കും കൂടെ ഉണ്ട് മെറ്റാമോർഫോസിസ് ഓഫ് മോസ്കിറ്റോ. നമ്മുടെ കൊതുകിനും ഇതേപോലെ രൂപാന്തരണം സംഭവിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കൊതുകിന്റെ രൂപാന്തരണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നോക്കിക്കേ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് എഗ്ഗ്, നമ്മുടെ കൊതുകിന്റെ മുട്ട. കൊതുക് ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മുട്ടയൊക്കെ നമ്മുടെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കൊതുക് നമ്മുടെ ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് അത് എന്തായിട്ട് മാറി? റിഗ്ലർ ആയിട്ട് മാറി അല്ലെ. ആ മുട്ട വിരിഞ്ഞിട്ട് കൊതുകിനെ പോലെയുള്ള ആളാണോ ഇവിടെ ഉള്ളത്? അല്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിഗ്ലർ അഥവാ കൂത്താടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. റെഗുലർ അഥവാ കൂത്താടി. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പാത്രത്തിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ വെള്ളം കളയാതെ ഇങ്ങനെ വെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കൊതുകുകൾ വന്ന് മുട്ടയിട്ടിട്ട് നിങ്ങൾ ഇടയ്ക്ക് പോയി നോക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ റിഗ്ലർ അഥവാ കൂത്താടി. കൊതുകിന്റെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ ഈ റിഗ്ലർ അല്ലെങ്കിൽ കൂത്താടി എന്ന് പറയുന്നത്. അപ്പൊ കൊതുക് പോലെ ആയിട്ടില്ല, ചിറകൊന്നും വന്നിട്ടില്ല. അതാണ് നമ്മുടെ റിഗ്ലർ അഥവാ കൂത്താടി. പിന്നെ മെല്ലെ മെല്ലെ അതിന് രൂപമാറ്റം സംഭവിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന പോലെ മെല്ലെ രൂപമാറ്റം സംഭവിച്ചിട്ട് അവസാനം ആരായിട്ട് മാറുന്നു? നമ്മളെങ്ങനെ വന്ന് കടിച്ച് നമ്മുടെ ചോര കുടിക്കുന്ന കൊതുകായിട്ട് മാറുന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മുടെ കൊതുകിന്റെ രൂപാന്തരണം. അല്ലാതെ മുട്ട വിരിഞ്ഞ ഉടനെ ഇങ്ങനെ കൊതുക് ഉണ്ടാവുന്നില്ല. മുട്ട വിരിഞ്ഞ ഉടനെ അതിന്റെ കൂത്താടി അഥവാ റിഗ്ലർ ആണ് ഉണ്ടാവുന്നത്. അതിന് മെല്ലെ മെല്ലെ രൂപമാറ്റം സംഭവിച്ചിട്ട് അവസാനമാണ് ആരുണ്ടാവുന്നത്? ഇങ്ങനെ ചിറകുകളും കൊമ്പൊക്കെ ഉള്ള നമ്മളെയൊക്കെ കടിക്കാനൊക്കെ വരുന്ന നമ്മുടെ കൊതുക് മോസ്കിറ്റോ ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അതാണ് നമ്മുടെ മോസ്കിറ്റോന്റെ രൂപാന്തരണം അഥവാ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ആ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി കൊതുകിന് മാത്രമല്ല, നമുക്ക് ഒരാളുടെയും കൂടെ രൂപാന്തരണം പഠിക്കാനുണ്ട്. അതാരാണ്? യെസ്, മെറ്റാമോർഫോസിസ് ഓഫ് ബട്ടർഫ്ലൈ, പൂമ്പാറ്റയുടെ രൂപാന്തരണം. പൂമ്പാറ്റേനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നല്ല കളർ കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില് നമ്മുടെ പൂക്കളിലൊക്കെ വന്ന് ഇങ്ങനെ തേൻ കുടിക്കുന്ന കാണാൻ എന്ത് രസമാണല്ലേ. നമുക്ക് എല്ലാവർക്കും പൂമ്പാറ്റേനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ പിടിക്കാനൊക്കെ നോക്കാറുണ്ടല്ലേ, പൂമ്പാറ്റയെ പിടിക്കാനൊക്കെ നോക്കാറുണ്ട്. ആ പൂമ്പാറ്റ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ആ പൂമ്പാറ്റ ഇപ്പൊ നമ്മൾ കാണുന്ന ആ ഭംഗിയുള്ള പൂമ്പാറ്റയുടെ രൂപത്തിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? എങ്ങനെയാണ്? നോക്കിക്കേ, പൂമ്പാറ്റ ഇങ്ങനെ
പൂമ്പാറ്റയുടെ മുട്ടയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അത് അവിടെ പൂമ്പാറ്റയുടെ മുട്ട എഗ് ഉണ്ട്. ഇങ്ങനെ ഇലയുടെ അടിയിലൊക്കെ നമ്മുടെ പൂമ്പാറ്റ വന്നിട്ട് ഇങ്ങനെ മുട്ട ഇട്ട് വെക്കും. എന്നിട്ട് ആ മുട്ട വിരിഞ്ഞാൽ തന്നെ ഇങ്ങനെ പൂമ്പാറ്റയുടെ രൂപത്തിൽ ചിറകൊക്കെ ഉള്ള ആളാണ് ഉണ്ടാവുന്നത്? അല്ല, പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആളെയാണ് നമ്മൾ ലാർവ എന്ന് പറയുന്നത്. എന്താണ്? ലാർവ. കാണാൻ ഇങ്ങനെ ഒരു കുഞ്ഞു പുഴുവിനൊക്കെ പോലെ ഉണ്ടല്ലേ, കുഞ്ഞു പുഴുവിനെ പോലെ ഉണ്ട്. പുഴുവിനെ കാണുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അല്ലെ. പുഴുവിനെ കാണുമ്പോൾ ഇഷ്ടമല്ല. പൂമ്പാറ്റയെ കാണുമ്പോൾ വരുന്ന സന്തോഷമൊന്നും നമുക്ക് പുഴുവിനെ കാണുമ്പോൾ വരാറില്ല. അപ്പൊ ഈ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന പൂമ്പാറ്റ ശരിക്ക് ഒരു പുഴുവിനെ പോലെയാണ് ഉണ്ടായിരിക്കുക. അതിനെ നമ്മൾ ലാർവ എന്ന് പറയുന്നത്. പിന്നെ അതിന് മെല്ലെ രൂപമാറ്റം സംഭവിച്ചിട്ട് അത് എന്തായിട്ട് മാറി? പ്യൂപ്പയായിട്ട് മാറി. എന്തായിട്ട് മാറി? പ്യൂപ്പ. പ്യൂപ്പേനെയും കാണാൻ പൂമ്പാറ്റ പോലെയാണോ? അല്ല അല്ലേ. അപ്പൊ ലാർവയ്ക്ക് ചെറിയ മാറ്റം വന്നു, ആ പുഴു മെല്ലെ വേറൊരു രൂപത്തിലേക്ക് മാറി. അതിനെയാണ് നമ്മൾ പ്യൂപ്പ എന്ന് പറയുന്നത്. ആ പ്യൂപ്പയ്ക്ക് വീണ്ടും രൂപമാറ്റം സംഭവിച്ചിട്ടാണ് നമ്മൾ കാണുന്ന നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ്, നമ്മുടെ പൂമ്പാറ്റയായിട്ട് മാറുന്നത്. അല്ലാതെ മുട്ട വിരിഞ്ഞ ഉടനെ പൂമ്പാറ്റയായിട്ട് മാറുന്നില്ല. മുട്ട വിരിഞ്ഞ ഉടനെ അത് ലാർവ, ഇങ്ങനെ ലാർവയായിട്ട് മാറും, പിന്നെ അത് പ്യൂപ്പയായിട്ട് മാറും, പിന്നെ അത് എന്തായിട്ട് മാറും? പൂമ്പാറ്റ അഥവാ നമ്മുടെ ബട്ടർഫ്ലൈ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ, പക്ഷെ നിങ്ങൾ ഈ പൂമ്പാറ്റയുടെ ലാർവേനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പുഴുവാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കൊന്നു കളയാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനോ ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ മക്കളെ, അതൊന്നും പുഴുക്കളല്ല. ഇലയിൽ കാണുന്ന ചെടി നശിപ്പിക്കാൻ വന്ന പുഴുക്കളാന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് പുഴുക്കളല്ല. എന്താന്ന് മനസ്സിലാക്കുക? നമ്മുടെ പൂമ്പാറ്റയുടെ ലാർവകളാണെന്ന് മനസ്സിലാവുക. അത് വിരിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല ഭംഗിയുള്ള, അവർക്ക് രൂപമാറ്റം സംഭവിച്ചിട്ട് വേണം നമുക്ക് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇവിടെ കുറച്ച് പൂമ്പാറ്റകളും അവരുടെ ലാർവകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കിക്കേ, ബട്ടർഫ്ലൈസ് ആൻഡ് ദെയർ ലാർവേ, ശലഭങ്ങളും ലാർവകളും. ഇവിടെ കുറച്ച് പൂമ്പാറ്റകളും അവരുടെ ലാർവകൾ എങ്ങനെയായിരിക്കും എന്ന് കണ്ട തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതറിയാതെ നിങ്ങൾ പോയിട്ട് അതിനെ നശിപ്പിച്ച് കളയാൻ പാടില്ല. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് പൂമ്പാറ്റകളും അവരുടെ ലാർവകളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ ആദ്യം കാണിച്ചിട്ടുള്ളത് എന്താണ്? അരളി ശലഭം അഥവാ കോമൺ ഇന്ത്യൻ ക്രോ എന്ന് പറയും. അപ്പൊ ഈ ഒരു പൂമ്പാറ്റ നിങ്ങൾ പൂന്തോട്ടത്തിലും വീട്ടിന്റെ അവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ലാർവയെ നോക്കിക്കേ മക്കളെ. എങ്ങനെയാണ് അതിന്റെ ലാർവയെ കാണാൻ? എങ്ങനെയാണ്? ശരിക്കും ഒരു പുഴുവിനെ പോലെയാണല്ലേ. നിങ്ങൾ പലപ്പോഴും ഈ പുഴുവിനെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതിനെ തട്ടിക്കളയാനും കൊന്നുകളയാനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെന്താണ്? നമ്മുടെ അരളി ശലഭത്തിന്റെ ലാർവയാണ്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇതിനെ കണ്ട നിങ്ങൾ എന്ത് ചെയ്യരുത്? നശിപ്പിച്ച് കളയാൻ നോക്കരുത് കേട്ടോ. ഇനി അടുത്തത് ആരാ നോക്കിക്കേ, നമ്മുടെ ഗരുഡ ശലഭം അഥവാ സതേൺ ബേർഡ് വിങ് ബട്ടർഫ്ലൈ ട്ടോ. ഗരുഡ ശലഭം നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിലുള്ള ഗരുഡ ശലഭമാണ്. അപ്പൊ അതിന്റെ ലാർവ എങ്ങനെയാ നോക്കിക്കേ. ഇങ്ങനെ കാണുന്നതാണ് അതിന്റെ ലാർവ. അതും ഒരു പുഴുവിനെ പോലെ തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ലാർവകളെയും കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി കാണുന്ന സമയത്ത് നിങ്ങൾ അതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ നശിപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗരുഡ ശലഭത്തിന്റെ ലാർവയാണിത്. അടുത്താണ് നമ്മുടെ ബ്ലൂ മോർമോൺ ബട്ടർഫ്ലൈ അഥവാ കൃഷ്ണശലഭം. നല്ല കറുപ്പ് കളറിൽ നീല കളറൊക്കെ ഉള്ള നമ്മുടെ കൃഷ്ണശലഭം. അതിന്റെ ലാർവയാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അടുത്ത് നോക്കിക്കേ, നമ്മുടെ ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈ അഥവാ മഞ്ഞപ്പാപ്പാത്തി. മഞ്ഞപ്പാപ്പാത്തി നല്ല മഞ്ഞ കളറിലുള്ള സുന്ദരി ആയിട്ടുള്ള പൂമ്പാറ്റയാണ്. അതിന്റെ ലാർവയെ കണ്ടില്ലേ? ഇങ്ങനെ ഒരു പച്ച കളറിലുള്ള പുഴു പോലെയുള്ളതാണ് നമ്മുടെ മഞ്ഞപ്പാപ്പാത്തിയുടെ ലാർവ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത് നോക്കിക്കോളൂ, കോമൺ മോർമോൺ അഥവാ നാരകശലഭം. നാരകശലഭാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ലാർവയാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവര് കാണാൻ ഒരു ബന്ധമില്ല അല്ലെ. പൂമ്പാറ്റയുമായിട്ട് ആ ലാർവയും തമ്മിൽ കാണാൻ ഒരു ബന്ധമില്ല. പക്ഷെ ഇതിന് രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുപോലെ ആവും? ഈ പൂമ്പാറ്റ പോലെ തന്നെ ആയി വരും. പക്ഷെ അതിനു മുന്നേ ഇത് പുഴുവെന്ന് വിചാരിച്ച് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പൂമ്പാറ്റ ഉണ്ടാവോ? ഇല്ല. ഇനി ലാസ്റ്റ് ആരാ നോക്കിക്കേ, ഓക്കില ശലഭം അഥവാ നമ്മുടെ ഓക്കില ശലഭാണ് കേട്ടോ. ഓക്കില ശലഭാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ലാർവയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ലാർവകളെ കാണുന്ന സമയത്ത് നമ്മുടെ ഇല നശിപ്പിക്കാൻ വന്ന, ചെടി നശിപ്പിക്കാൻ വന്ന പുഴുക്കളാന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ പലപ്പോഴും ഇതിനെ നശിപ്പിച്ച് കളയാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൂമ്പാറ്റകൾക്ക് വംശനാശം സംഭവിക്കുകയാണല്ലേ. എക്സ്റ്റെൻഷൻ സംഭവിക്കുകയാണ് അവർക്ക്. പിന്നെ പൂമ്പാറ്റകൾ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലും നമ്മുടെ സമൂഹത്തിൽ തന്നെ എന്താണ്, നമ്മുടെ പൂമ്പാറ്റകളുടെ എണ്ണമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. പൂന്തോട്ടത്തിലൊന്നും പൂമ്പാറ്റകൾ ഇല്ലാതെയാവും. പൂമ്പാറ്റകൾ ഇല്ലെങ്കിൽ പോളിനേഷൻ, പരാഗണമൊന്നും പിന്നെ നടക്കാതെ ആവും. പിന്നെ പൂക്കൾ ഇല്ലാതാവും. അപ്പൊ എന്താണ്, രസം ഉണ്ടാവോ? അപ്പൊ രസം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പൂമ്പാറ്റയ്ക്ക് വംശനാശം സംഭവിക്കാതിരിക്കാൻ ഈ കാണുന്ന ലാർവകളെയൊക്കെ എന്ത് ചെയ്യണം? നശിപ്പിക്കാതിരിക്കുക. മനസ്സിലായോ? അങ്ങനെ പൂമ്പാറ്റയ്ക്ക് മാത്രമാണോ അങ്ങനെ വംശനാശം സംഭവിക്കുന്നത്? അല്ല. പൂമ്പാറ്റയെ പോലെ വംശനാശം നേരിടുന്ന വേറൊരാളാണ് ആര്? നമ്മുടെ സീ ടർട്ടിൽസ് അഥവാ കടലാമകൾ.
എന്താണ് നമ്മുടെ കടലാമകളുടെ പ്രത്യേകതകൾ എന്താണെന്നറിയോ? അതിനും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരാളാണ് നമ്മുടെ സീ ടർട്ടിൽസ് അഥവാ കടലാമകൾ. നമ്മുടെ പൂമ്പാറ്റകളെ പോലെ തന്നെയാണ്. എന്താണ് അവരുടെ പ്രത്യേകത നോക്കിക്കേ. അവരെങ്ങനെയാ മുട്ടയിടുക എന്നറിയോ? അവരിങ്ങനെ കടലിന്റെ അകത്താണ് അവർ താമസിക്കുന്നതെങ്കിലും മുട്ടയിടാൻ വേണ്ടി അവരെങ്ങോട്ട് വരും? കരയിലേക്ക് വരും. തീരത്തേക്ക് വന്ന് തീരത്ത് നല്ല മണലൊക്കെ ഉണ്ടാവുമല്ലോ, ആ മണലിൽ കുഴി കുത്തിയിട്ടാണ് അവർ മുട്ട ഇട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്യും? ആ മുട്ട കണ്ടു കഴിഞ്ഞാൽ മുട്ട നശിപ്പിക്കാനും ആ മുട്ട അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനും, അല്ലെങ്കിൽ മുട്ട നശിപ്പിക്കാൻ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഇടപെട്ടിട്ട് ആ മുട്ടയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടലാമകൾ ഉണ്ടാവോ? കടലാമകൾ ഉണ്ടാവോ? ഇല്ല. ഈ മുട്ടയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കടലാമകൾ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും? ആ സീ ടർട്ടിൽസ് അഥവാ കടലാമകൾക്ക് വംശനാശം സംഭവിക്കും. പിന്നെ അങ്ങനെ ഒരു വംശമേ അവിടെ ഉണ്ടാവില്ല. കടലാമ എന്ന് പറയുന്ന ഒരു വംശം തന്നെ അവിടെ ഉണ്ടാവില്ല. അത് ഫുൾ ഇല്ലാതായി തീരൂല്ലേ? കാരണം ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ് ഈ മുട്ടയ്ക്കകത്തുള്ളത്. ആ മുട്ടയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ പൂമ്പാറ്റയെ പോലെ ഇപ്പൊ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന അടുത്ത ഒരാളാണ് ആര്? നമ്മുടെ കടലാമകൾ അഥവാ സീ ടർട്ടിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മുട്ടകളൊക്കെ ഇങ്ങനെ കടൽ തീരത്താണ് അവർ ഇട്ട് വെക്കാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും. കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾക്ക് വൻ തോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. മിസ് പറഞ്ഞ പോലെ അവരിങ്ങനെ കടൽ തീരത്ത് വന്ന് മുട്ടയിട്ട് വെക്കും. പക്ഷെ മനുഷ്യരുടെ ഇടപെട്ടിട്ട് അതിനെന്ത് ചെയ്യും? നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ നമ്മുടെ കടലാമകൾക്ക് വംശനാശ ഭീഷണി നേരിടേണ്ടി വരുന്നു. ഇവയെ സംരക്ഷിക്കുന്നതിന് പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മൂത്തിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുതിയം കടൽ തീരത്ത് ഈ കടലാമകളെ സംരക്ഷിച്ചു വരാറുണ്ട് നമ്മുടെ വനം വകുപ്പിന്റെ കീഴില്. അപ്പൊ അങ്ങനെ കേരളത്തിൽ പല സംഘടനകളും ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? അതേപോലെ പ്രവർത്തിക്കുക. നമ്മുടെ കടലാമകളും പൂമ്പാറ്റകളും ഒന്നും വംശനാശ ഭീഷണി നേരിടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. നിങ്ങളിത് പഠിച്ചാൽ മാത്രം പോരാ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ പഠിച്ചതിനുള്ള ഒരു ഗുണം കിട്ടുന്നത്. അപ്പൊ എന്തായാലും നല്ല രസമുള്ള കാര്യമല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നല്ല രസമല്ലേ മക്കളെ? അപ്പൊ എല്ലാവരും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.